ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കുഴിമന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. കുഴിയൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കുഴിമന്തി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനാബിൾ ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കിലോ ഫ്രഷ് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച് ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി വെച്ചിട്ടുണ്ട്. എന്തിനെന്ന് വെച്ചാൽ മസാലയൊക്കെ ഇറച്ചിയിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 4 മീഡിയം സൈസ് ക്യാപ്സിക്കം നന്നായി ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ 100 ഗ്രാം മല്ലിയില, 100 ഗ്രാം പുതിനയിലയും കൂടി നന്നായി ചെറുതായി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 5 ചിക്കൻ സ്റ്റോക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ആദ്യം 4 ചിക്കൻ സ്റ്റോക്കാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മതിയാവാത്തത് കൊണ്ട് ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 1.5 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഞാനിവിടെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളത്. ഫ്രഷ് ആയിട്ട് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഇട്ട് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ സ്റ്റോക്കിൽ തന്നെ ആവശ്യത്തിന് ഉപ്പുള്ളത് കൊണ്ട് അധികം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ സമയത്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മന്തി മസാല പൗഡർ, പിന്നെ ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക്, 2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകവും കുരുമുളകും വറുത്തിട്ട് ചതച്ചിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്താൽ മന്തിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. മസാലയൊക്കെ ചിക്കനിൽ നല്ലോണം ഇറങ്ങി നിൽക്കും. ഇനി മന്തിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ സെല്ല ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. പിന്നീട് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യാം. ഇതിപ്പോൾ മൊത്തത്തിൽ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചൊന്ന് ഇതിൻ്റെ വെള്ളം അല്പം വറ്റിച്ചെടുക്കാം. ഒരുപാട് വറ്റിക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ചിക്കൻ വേവുന്ന ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഡ്രൈ ലെമൺ, കറുവപ്പട്ട, ഏലക്ക, പിന്നെ ബേ ലീഫ്, 2 ബേ ലീഫും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. റൈസ് ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല, പാകത്തിന് മാത്രം വെന്താൽ മതി. ഇപ്പോൾ ഇത് കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. മസാലയിൽ വെള്ളം അധികം വറ്റിയിട്ടില്ല. ഇപ്പോൾ ഇതാ കാണുന്നുണ്ടല്ലോ, അങ്ങനെ ഒരുപാട് വറ്റേണ്ട ആവശ്യമില്ല. അത് റൈസ് ഇടുമ്പോഴത്തേക്കും ആ വെള്ളം കറക്റ്റ് ആയിക്കോളും. റൈസ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 പച്ചമുളക് ഇതുപോലെ വെച്ച് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പച്ചമുളക് വെച്ച് കൊടുക്കുന്നത്. ഇനി റൈസിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറും ഉപയോഗിക്കാം. ഇനി അവസാനത്തെ സ്റ്റെപ്പാണ്
നമുക്കിതിലേക്ക് സ്മോക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചിരട്ട കത്തിച്ച് അതിൻ്റെ കനലാണ് സ്മോക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. കടയിൽ നിന്നും കിട്ടുന്ന ചാർക്കോളാണെങ്കിൽ പണി പെട്ടെന്ന് കഴിയും. ഇനി ഈ കനലിലോട്ട് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ അടച്ചു വെക്കാം. അടുപ്പിൽ ഹോൾസോ മറ്റോ ഉണ്ടെങ്കിൽ ഒരു പേപ്പർ വെച്ച് അതൊന്ന് അടച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ചെയ്താൽ നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും. ഇത് 10 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വീണ്ടും ഒരു 10 മിനിറ്റ് വെക്കാം. എന്നാലും എല്ലാം കൂടി ഒന്ന് നന്നായി സെറ്റായി കിട്ടും. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കൂട്ടി കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 4 തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, മീഡിയം സൈസ്. പിന്നെ ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഉള്ളി, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിൽ ആവേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം അരച്ചാൽ മതി. ഇനി ഇതൊന്ന് അരച്ചെടുത്ത് വരാം. ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഇതാ ഒരുപാടൊന്നും അരഞ്ഞിട്ടില്ല, ആവശ്യത്തിന് മാത്രം അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ മൊത്തത്തിൽ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ചിക്കന് പൊടിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചിക്കന് വേറെ മാറ്റി കൊടുത്തതിന് ശേഷം ഈ മസാലയിലോട്ട് ചോറിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒരു വുഡൻ സ്പാച്ചിൽ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ റൈസ് പൊടിഞ്ഞു പോകും. വുഡൻ സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ റൈസ് അധികം പൊടിഞ്ഞു പോവാതെ നിൽക്കും. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ടൊമാറ്റോ പ്യൂരി ഇതിലേക്ക് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കൂടാതെ ഞാൻ മയോണൈസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണൈസും കൂടി കഴിക്കാവുന്നതാണ്. മയോണൈസിൻ്റെയും കൂടി കോമ്പിനേഷൻ വരുമ്പോൾ മന്തി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.